നമസ്കാരം. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എല്ലാവരും ഒരുപോലെ ഞെട്ടിയ രണ്ട് പരാജയങ്ങളുണ്ട്. ഒന്ന്, വർഷങ്ങളോളം പത്തനാപുരം അടക്കി വാണ KB ഗണേഷ് കുമാറിന്റേതാണ്. രണ്ട്, ഏലത്തൂരിലെ AK ശശീന്ദ്രന്റേതും. ഈ രണ്ട് നേതാക്കളെയും ഒന്നിപ്പിക്കുന്നത് കേവലം രാഷ്ട്രീയമല്ല, മറിച്ച് ഇവരെ എപ്പോഴും പിന്തുടർന്ന വിവാദങ്ങളാണ്. കുടുംബ പ്രശ്നങ്ങളും ഹണി ട്രാപ്പുകളും പക്വതയില്ലാത്ത പ്രസ്താവനകളുമാണ് ഇവരുടെ രാഷ്ട്രീയ ജീവിതത്തിന് തിരിച്ചടിയായത്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഞെട്ടലുകളിൽ ഒന്നായിരുന്നു പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ നേരിട്ട പരാജയം. 2 പതിറ്റാണ്ടിലേറെയായി ഗണേഷ് കുമാർ അടക്കി വാണിരുന്ന മണ്ഡലം ഇത്തവണ UDFന്റെ ജ്യോതികുമാർ ചമക്കാല പിടിച്ചെടുക്കുകയായിരുന്നു. വികസന നായകൻ എന്ന പ്രതിച്ഛായ ഉണ്ടായിരുന്നിട്ടും ഗണേഷ് കുമാറിനെ ജനങ്ങൾ ഇത്തവണ കൈവിടാൻ കാരണമെന്താണ്? തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന വ്യക്തിപരമായ വിവാദങ്ങളും അതിന് അദ്ദേഹം നൽകിയ ന്യായീകരണങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചോ? നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഗണേഷ് കുമാറിന്റെ കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ വീണ്ടും പൊതുമധ്യത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു മേനോൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പത്തനാപുരത്തെ വോട്ടർമാരെ കുറച്ചൊന്നുമല്ല സ്വാധീനിച്ചത്. ഗണേഷ് കുമാറിന് പരസ്ത്രീ ബന്ധമുണ്ടെന്നും അദ്ദേഹത്തെ കൈയോടെ പിടികൂടിയെന്നും അവർ ആരോപിക്കുകയായിരുന്നു. വാളകത്തെ വീട്ടിൽ വെച്ച് നടന്ന നാടകീയ രംഗങ്ങൾക്കും പോലീസ് ഇടപെടലിനും കേരളം സാക്ഷ്യം വഹിച്ചു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സർക്കാരിൽ മന്ത്രിയായിരുന്ന ഗണേഷിനെതിരെ സ്വന്തം ഭാര്യ തന്നെ ഇത്തരമൊരു പരാതിയുമായി എത്തിയത് വലിയ തിരിച്ചടിയായി. എന്നാൽ ഈ ആരോപണങ്ങളോട് ഗണേഷ് കുമാർ പ്രതികരിച്ച രീതിയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. തനിക്ക് അനവധി പ്രണയങ്ങൾ ഉണ്ടെന്നും പ്രണയമില്ലാത്തവർ മഠയന്മാരാണെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നടിച്ചത്. തന്റെ ജീവിതം ഒരു ഓപ്പൺ ബുക്ക് ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. നെഹ്റുവിനെയും ഗാന്ധിജിയെയും വരെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്റെ വ്യക്തി ജീവിതത്തിലെ പിഴവുകളെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയതെന്ന് വേണം കരുതാൻ. രാഷ്ട്രീയ നേതാവ് മാതൃകയാകേണ്ടവനാണെന്ന് വിശ്വസിക്കുന്ന സാധാരണ ജനങ്ങൾ ഗണേഷിന്റെ ഈ ഒരു മാസ് ഡയലോഗുകൾ വോട്ടിലൂടെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ജ്യോതികുമാർ ചമക്കാലയുടെ ചിട്ടയായ പ്രവർത്തനവും ഗണേഷിനെതിരെയുള്ള ഈ ഒരു ധാർമ്മിക ചോദ്യങ്ങളും മണ്ഡലത്തിൽ ഫലം കണ്ടു. തന്റെ സ്വകാര്യ ജീവിതം മറ്റാരെയും ബാധിക്കില്ലെന്ന് ഗണേഷ് ആവർത്തിച്ചെങ്കിലും ഒരു ജനപ്രതിനിധിയുടെ ധാർമ്മികത വോട്ടർമാർക്ക് പ്രധാനമായിരുന്നു. അഴിമതിയില്ലാത്ത ഭരണാധികാരി എന്ന് സ്വയം വിശേഷിപ്പിച്ചെങ്കിലും വ്യക്തിത്വത്തിന്റെ മേൽ വന്ന കറ ഗണേഷിന്റെ ഭൂരിപക്ഷത്തെ ഇല്ലാതാക്കുകയായിരുന്നു. ഇത്തവണ പത്തനാപുരത്തെ അമ്മമാരും കുടുംബങ്ങളും ഗണേഷിന്റെ വാക്കുകളേക്കാൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കണ്ണീരിനാണ് പ്രാധാന്യം നൽകിയതെന്ന് വേണം പറയാൻ. ഒരു രാഷ്ട്രീയക്കാരന്റെ സ്വകാര്യ ജീവിതം വോട്ടർമാരുടെ ചർച്ചാ വിഷയമാകണമോ എന്നത് എക്കാലത്തെയും വലിയ തർക്കമാണ്. എന്നാൽ പത്തനാപുരത്ത് ജനങ്ങൾ നൽകിയ മറുപടിയിലൂടെ ഇത് വ്യക്തമാണ്. അധികാരത്തേക്കാൾ വലുതാണ് ധാർമ്മികത. പരാജയം ഏറ്റുവാങ്ങിയ ഗണേഷ് കുമാർ ഇനിയെങ്കിലും തന്റെ ശൈലി മാറ്റുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അതോ ഈ വിവാദങ്ങൾക്കെതിരെ വീണ്ടും ന്യായീകരണവുമായി രംഗത്തെത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇനി നമ്മൾ പരിശോധിക്കുന്ന തോൽവി LDF മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ AK ശശീന്ദ്രന്റേതാണ്. ശശീന്ദ്രന്റെ പരാജയം രാഷ്ട്രീയ കേരളത്തിന് വലിയൊരു പാഠമാണ്. 1ാം പിണറായി സർക്കാരിലും 2ാം പിണറായി സർക്കാരിലും മന്ത്രിയായിരുന്ന ശശീന്ദ്രൻ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ 8 നിലയിലാണ് പൊട്ടിയത്. തുടർച്ചയായ വിവാദങ്ങളും പ്രായം കണക്കിലെടുക്കാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമവുമാണ് ഈ തോൽവിക്ക് കാരണമായത്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഗതാഗത മന്ത്രി ആയിരിക്കെയാണ് ശശീന്ദ്രൻ ആദ്യമായി ഹണി ട്രാപ്പ് വിവാദത്തിൽ കുടുങ്ങുന്നത്. ആ ഒരു ഫോൺ കോൾ അന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം തെറിക്കാൻ തന്നെ കാരണമായി. പിന്നീട് 2ാം പിണറായി സർക്കാരിന്റെ വനമന്ത്രി ആയപ്പോഴും വിവാദങ്ങൾ അദ്ദേഹത്തെ വിട്ടൊഴിഞ്ഞിരുന്നില്ല. പീഡനക്കേസ് ഒതുക്കി തീർക്കാൻ ശശീന്ദ്രൻ ഇടപെട്ടു എന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നത് വലിയ പ്രതിഷേധത്തിനാണ് വഴിവെച്ചത്. പ്രായമായ ഒരു നേതാവെന്ന നിലയിൽ മാന്യത പുലർത്തുന്നതിന് പകരം വീണ്ടും വീണ്ടും ഇത്തരം സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് വന്നത് വോട്ടർമാരിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കിയത്. 78 വയസ്സ് പിന്നിട്ട ശശീന്ദ്രൻ ഇത്തവണ മാറി നിൽക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായിരുന്നു. യുവതലമുറയ്ക്ക് അവസരം നൽകുന്നതിന് പകരം അധികാരമോഹിയായി വീണ്ടും മത്സരത്തിനിറങ്ങിയത് വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കി. പാർട്ടിക്കുള്ളിലെ പോരും ശശീന്ദ്രന് തിരിച്ചടിയായി. വികസന മുരടിപ്പും വകുപ്പിലെ കെടുകാര്യസ്ഥതയും ഇതിന് പുറമെയാണ്. ജനങ്ങൾ ആഗ്രഹിച്ചത് മാറ്റമായിരുന്നു. എന്നാൽ അത് മനസ്സിലാക്കാതെ വീണ്ടും വോട്ട് ചോദിച്ചിറങ്ങിയ ശശീന്ദ്രൻ വോട്ടെണ്ണിയപ്പോൾ 8 നിലയിൽ പൊട്ടിയെന്ന് പറയേണ്ട അവസ്ഥയിലാണ്. മണ്ഡലത്തിലെ ഓരോ ബൂത്തിലും തിരിച്ചടി നേരിട്ടു. മാധ്യമങ്ങൾ പ്രവചിച്ചതിനേക്കാൾ വലിയ തോൽവിയാണ് ശശീന്ദ്രൻ ഏറ്റുവാങ്ങിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റത്തിന് മുൻപിൽ ശശീന്ദ്രന് പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല.
വിവാദങ്ങളുടെ തോഴനായ ഒരു നേതാവിനെ ഇനി വേണ്ട എന്ന് പത്തനാപുരം പോലെ തന്നെ ശശീന്ദ്രന്റെ മണ്ഡലവും അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ചാടുന്ന നേതാക്കളെ ജനങ്ങൾ എങ്ങനെ ശിക്ഷിക്കുമെന്നതിന് ശശീന്ദ്രൻ ഒരു ഉദാഹരണമാണ്. ഇനി എന്തായിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്നും പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് സ്ഥാനം ഉണ്ടാകുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു.